നമസ്തേ. സകലതും സൃഷ്ടിച്ച ദൈവം ഒളിച്ചിരിക്കുകയാണോ? അദ്ദേഹത്തിനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. പ്രാചീന കാലത്തേക്ക് പോവുകയാണെങ്കിൽ, പ്രാചീന ഭാരതത്തിലാണെങ്കിലും അല്ലെങ്കിൽ ലോകത്തിന്റെ മറ്റു പല ഭാഗങ്ങളിലാണെങ്കിലും ദൈവം അല്ലെങ്കിൽ ഈശ്വരൻ അല്ലെങ്കിൽ ദൈവത്തിന്റെ പേഴ്സോണിഫൈഡ് ആയിട്ടുള്ള രൂപങ്ങൾ, മനുഷ്യനോട് സാമ്യമുള്ളതായിട്ടുള്ള രൂപങ്ങൾ, ഗുരുക്കന്മാരായിട്ടും ലീഡേഴ്സായിട്ടും അല്ലെങ്കിൽ ദൈവം നേരിട്ട് അദ്ദേഹത്തിന്റെ ആ അമൂർത്തമായിട്ടുള്ള രൂപത്തിൽ തന്നെ മേഘങ്ങളിലൂടെയും ആകാശത്തിലൂടെയും വെളിച്ചത്തിലൂടെയും ഒക്കെ മനുഷ്യനോട് സംവദിച്ചിരുന്നതും മനുഷ്യനോട് സഹചരിച്ചിരുന്നതും കാണുവാനായിട്ട് സാധിക്കും. മനുഷ്യന് വേണ്ട ഗൈഡൻസും നിർദ്ദേശങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും ഏത് മതങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാലും, ഭൂരിഭാഗം വരുന്ന സംസ്കാരങ്ങൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാലും ഒക്കെ ദൈവത്തിന്റെ ഈ ഒരു സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ആ സാന്നിധ്യം ദൈവം മാനുഷിക രൂപത്തിലോ അല്ലാതെയോ മാലാഖമാരുടെ രൂപത്തിലോ ഒക്കെ ആയിട്ട്, ദൈവദൂതന്മാരുടെ രൂപത്തിലോ ഒക്കെ ആയിട്ട് മനുഷ്യരാശിയുടെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളെപ്പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ ഈ ഒരു കാലത്ത് ജീവിച്ചിരിക്കുന്ന, ഈ കലിയുഗ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ദൈവത്തെ ദർശിക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ എന്തുകൊണ്ടാണ് ഇന്നുള്ള മനുഷ്യന് ദൈവത്തെ ദർശിക്കാൻ സാധിക്കാത്തത്? ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ, മനുഷ്യന്റെ ബുദ്ധിയാണെങ്കിലും മറ്റു കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും മനുഷ്യൻ വളരെ സാവധാനത്തിൽ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്ര മേഖലയിലൊക്കെ നമ്മൾ വളരെ വലിയ കുതിച്ചു ചാട്ടങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പണ്ടൊക്കെ ഭാവന ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമുക്കിന്ന് യാഥാർത്ഥ്യമായി മാറിയിരിക്കുകയാണ്. ടെലിപ്പതി കമ്മ്യൂണിക്കേഷന് പകരം നമുക്ക് ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ വരെ ഇന്നുണ്ട്. അല്ലെങ്കിൽ ആകാശത്തിന്റെ അനന്തതയിലൂടെയുള്ള സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന് വേണ്ട ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെയും ചാറ്റ് ജിപിടിയുടെയും അല്ലെങ്കിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഒരുപക്ഷെ നമ്മളിൽ നിന്ന് മറച്ചു വെച്ചിരിക്കുന്ന അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യകൾ വരെ നമുക്കിന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ മനുഷ്യൻ ലോജിക്കലി ഇത്രയൊക്കെ ഉയർന്നിട്ടും, അല്ലെങ്കിൽ ചിന്താപരമായിട്ടും യുക്തിപരമായിട്ടും മനുഷ്യന്റെ ബുദ്ധിയുമൊക്കെ ഇത്രയും വളർന്നിട്ടും എന്തുകൊണ്ടാണ് പണ്ടുണ്ടായിരുന്ന ആളുകളുടെ ഇടയിലൂടെ സഞ്ചരിച്ചിരുന്ന ദൈവത്തിനെ നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കാത്തത് എന്നുള്ളതാണ് ചോദ്യം. അതുപോലെ തന്നെ മതഗ്രന്ഥങ്ങൾ പലതും പരിശോധിച്ചു കഴിഞ്ഞാൽ, ഏത് മതഗ്രന്ഥമാണെങ്കിലും, ഭാരതീയ ഒറിജിനിലുള്ള മതങ്ങളാണെങ്കിലും യൂറോപ്യൻ ഒറിജിൻ ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള മതങ്ങളാണെങ്കിലും ഒക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം, ദൈവം ഇനിയും വരാനിരിക്കുന്നു. കൽക്കിയുടെ രൂപത്തിലും അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ രൂപത്തിലും ഒക്കെ ആയിട്ട് ദൈവം വീണ്ടും വരുവാനിരിക്കുന്നു എന്നൊക്കെയാണ് വിശ്വസിച്ചു പോരുന്നത് അല്ലെങ്കിൽ പറയപ്പെടുന്നത്. അപ്പോൾ ദൈവം പണ്ടുണ്ടായിരുന്നു, നാളെ വരികയും ചെയ്യും. പക്ഷെ ഇന്നായിരിക്കുന്ന, ഈ പ്രസന്റിലായിരിക്കുന്ന നമ്മോടൊപ്പം ദൈവമില്ല. സകല ചരാചരങ്ങളും സൃഷ്ടിച്ചു എന്ന് പറയപ്പെടുന്ന ഈ ദൈവം എന്തിനാണ് ഒളിച്ചിരിക്കുന്നത്? എവിടെയാണ് ഈ ദൈവം ഒളിച്ചിരിക്കുന്നത്? ഞാൻ ഈ ചോദിക്കുന്നതൊക്കെ തികച്ചും യുക്തിപരമായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഈ ചോദ്യങ്ങൾക്ക് പലർക്കും പല ഉത്തരങ്ങളും ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ നിരീശ്വരവാദികൾക്കും അല്ലെങ്കിൽ നാസ്തികർക്കും ഒക്കെ ഇതിന് പല ആൻസറുകൾ ഉണ്ടായിരിക്കാം. പക്ഷെ അതൊക്കെ ദൈവമില്ല എന്ന് സമർത്ഥിക്കുന്ന, സാധൂകരിക്കുന്ന രീതിയിലുള്ള ഉത്തരങ്ങളായിരിക്കാം. പിന്നീട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഈ പണ്ട് കാലത്തൊക്കെയുള്ള ആളുകൾ ദൈവത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ചും ദൈവം അവർക്ക് നൽകിയ ഗൈഡൻസിനെ കുറിച്ചും ഒക്കെ പറയുന്ന സമയത്ത് ഇതൊക്കെ നുണയായിരുന്നോ എന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും. കാരണം അന്ന് അത്രയും മനുഷ്യന്റെ ഇടയിൽ പ്രവർത്തിച്ച ദൈവം പിന്നീട് പെട്ടെന്ന് അപ്രത്യക്ഷമായി പോയി എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇനി വരാനിരിക്കുന്നു എന്നുള്ള കാര്യവും നമുക്ക് എത്രമാത്രം വിശ്വസനീയമാണ് എന്നുള്ളത് സംശയകരമായിട്ടുള്ള അവസ്ഥയാണ്. കാരണം വാനമേഘങ്ങളിലൂടെ വരുന്ന ഒരു ദൈവം, ആകാശത്തിൽ നിന്ന് വരുന്ന അവതാരങ്ങൾ, ഇതൊക്കെ കള്ളനെ പോലെ പതുങ്ങിയും അല്ലെങ്കിൽ നേരിട്ടും പ്രത്യക്ഷപ്പെടുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ ഭൗതിക നിയമങ്ങൾക്ക് അതീതമായി പ്രത്യക്ഷപ്പെടുന്നതായിട്ടുള്ള പല വർണ്ണനകളും നമുക്ക് ഈ മതഗ്രന്ഥങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് താത്വികമായിട്ട് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ജ്ഞാനം വെച്ചുകൊണ്ട് നമ്മളുടെ അബ്സ്ട്രാക്ട് തിങ്കിങ്ങിന്റെ ബേസിൽ നമുക്ക് ചില നിഗമനങ്ങളിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. യുക്തിപരമായിട്ട് ദൈവത്തിനെ അന്വേഷിച്ചാൽ എവിടെ എത്തും എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ അന്വേഷിക്കാനായിട്ട് പോകുന്നത്. ഇത് വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യവുമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ യാഥാർത്ഥ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചുറ്റിനുമുള്ള ഈ ഭൗതിക ലോകമാണ്. ഇതിനെ നമുക്ക് സ്ഥൂല ലോകം അല്ലെങ്കിൽ ദ ഫിസിക്കൽ വേൾഡ് എന്ന് വിളിക്കുവാനായിട്ട് സാധിക്കും. ഈ ഫിസിക്കൽ വേൾഡിൽ ഭൗതികമായിട്ടുള്ള ശരീരത്തോടു കൂടി നമ്മൾ ആയിരിക്കുകയാണ്. ഈ ഫിസിക്കൽ വേൾഡിൽ നിന്ന് കിട്ടുന്ന പല എലമെന്റ്സും നമ്മുടെ ഈ ഭൗതിക ശരീരം നിലനിർത്തുവാനായിട്ട് ആവശ്യമാണ്. ഈ എലമെന്റ്സിനപ്പുറത്തേക്ക് നമുക്ക് ശാസ്ത്രീയമായിട്ടുള്ള വീക്ഷണത്തിൽ നമ്മുടെ പെർസെപ്ഷന് ബിയോണ്ട് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ നമുക്ക് വിശകലനം ചെയ്യാനായിട്ട് ഒരു പരിധി വരെ സാധിക്കുന്നുണ്ട്. എന്നിരുന്നാലും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് വളരെ കുറച്ചു മാത്രമാണ്. അത് എത്ര ശതമാനമാണെന്ന് പോലും പറയാൻ സാധിക്കുകയില്ല. കാരണം മൊത്തത്തിൽ യാഥാർത്ഥ്യം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയില്ല എന്നത് തന്നെ. അപ്പൊ നമ്മുടെ സെൻസറി ഓർഗൻസിന്റെ പരിമിതികളെ ശാസ്ത്രത്തിന്റെ സഹായം ഉപയോഗിച്ചുകൊണ്ട്
നമ്മൾ പല രീതിയിൽ നമ്മുടെ സെൻസറി ഓർഗന്റെ പരിധിക്കുള്ളിലേക്ക് കൊണ്ടുവരാൻ പോലും ഇന്ന് മനുഷ്യരാശിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല. അപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടി എന്ന് പറയപ്പെടുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവത്തിന്റെ സൃഷ്ടി എന്ന് പറയപ്പെടുന്ന മനുഷ്യൻ അത്രയധികം അവരുടെ ലോജിക്കൽ ബുദ്ധി ഉപയോഗിച്ച് ആ ലോജിക്കൽ ബുദ്ധി ഡെവലപ്പ് ചെയ്തുകൊണ്ടും ശക്തമാക്കിക്കൊണ്ടും മനുഷ്യൻ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ പല രീതിയിൽ നമ്മൾ ഭൗതിക ലോകത്തിനെ നോക്കിക്കാണുന്നു. ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതിക ലോകത്ത് സർവൈവ് ചെയ്യുക എന്നത് മാത്രമാണ് ലക്ഷ്യം. ചിലരെ സംബന്ധിച്ചിടത്തോളം ഈ സർവൈവൽ സാധ്യമായിട്ടുണ്ടെങ്കിൽ അവർ ഭൗതിക ലോകത്തിന്റെ സൗന്ദര്യം ആസ്വദിച്ചു തുടങ്ങും എന്നുള്ളതാണ്. പിന്നീട് അവർ ആ സൗന്ദര്യത്തെ പ്രകീർത്തിക്കുകയും വർണ്ണിക്കുകയും ചെയ്യുകയും അങ്ങനെ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ ഒരു പാറ്റേൺ ബേസ്ഡ് ഡിസൈനിന് ഒരു ക്രിയേറ്റർ ഉണ്ടായിരിക്കുകയും ചെയ്യും എന്നുള്ള ഒരു അസംഷനിലേക്ക് വരികയും പിന്നീട് അവർ ഈ ക്രിയേറ്ററുമായിട്ട് ഐക്യപ്പെടുവാനായിട്ടോ ഈ ക്രിയേറ്ററുമായിട്ട് ഒന്നാകുവാനോ ഒക്കെ ആയിട്ട് ഈ ക്രിയേറ്ററുമായിട്ട് സംവദിക്കാനൊക്കെ ആയിട്ട് ശ്രമിച്ചുകൊണ്ടുമിരിക്കും. ഈ ഒരു തലത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പതിയെ പതിയെ ആത്മീയതയുടെ തലങ്ങളിലൂടെ ഉയർന്നുയർന്നു പോവുകയാണ്. പണ്ട് മഹത് വ്യക്തിത്വങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഓർക്കുക. ഒരു മനുഷ്യന്റെ മുന്നിലേക്ക് ഈ പറയുന്ന ദൈവശാസ്ത്രവും വേദവും പ്രസംഗിക്കാൻ പോകുന്നതിന് മുമ്പ് അവന്റെ വിശപ്പ് മാറിയിട്ടുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത്. സോ ഈ സ്ഥൂല ശരീരത്തിന്റെ ശാന്തമായിട്ടുള്ള ഒരവസ്ഥ അല്ലെങ്കിൽ ഈ സ്ഥൂല ശരീരത്തിന്റെ പരിമിതികളെ മറികടക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ദൈവിക ദർശനത്തിലേക്ക് നമ്മൾ എത്താനായിട്ട് ക്യാപ്പബിൾ ആകുന്നുള്ളൂ എന്നുള്ള ഒരു ധ്വനി പോലും ഇത്തരം വാക്കുകളിലുണ്ട്. രസകരമായ കാര്യം എന്ന് പറയുന്നത് പ്രാചീന ഭാരതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹൈന്ദവ സംസ്കാരത്തിൽ അതൊരു ഹിന്ദു മതം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഒരുപാട് സ്കൂൾ ഓഫ് തോട്ട്സ് കാണാം, ചിന്താധാരകൾ കാണാം. അത്രയധികം വ്യത്യസ്തമായിട്ടുള്ളതും വൈപരീത്യങ്ങളുള്ളതായിട്ടുള്ളതുമായിട്ടുള്ള ചിന്തകളെയൊക്കെ ഒരുമിച്ച് നിർത്താൻ മാത്രം വിശാല ഹൃദയതയുള്ള ഒരു സംസ്കാരമാണ് ഹിന്ദുവിൻ്റെത് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് പല മതങ്ങളെയും ഒരു പ്രശ്നവുമില്ലാതെ അക്സെപ്റ്റ് ചെയ്തതും. പക്ഷേ തീവ്രമായ സ്വഭാവങ്ങളുള്ള മതങ്ങൾ ഇവരുടെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുമിരിക്കുന്നു. ഇവർ ഹിന്ദു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മളുടെയൊക്കെ പൂർവികർ ആരായിരുന്നു എന്നുള്ളതും കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഭാരതത്തിൽ ദ്രവീഡിയൻസ് ഉണ്ടായിരുന്നതായിട്ടും പിന്നീട് ആര്യന്മാരുടെ അധിനിവേശമൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇവിടെ പല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് മറ്റ് വെസ്റ്റേൺ പവേഴ്സ് ഇവിടേക്ക് എത്തപ്പെട്ടതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ വിദേശ ശക്തികളുടെ വരവൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതിനൊക്കെ മുൻപ് തന്നെ വേദങ്ങളും അല്ലെങ്കിൽ മറ്റു മതഗ്രന്ഥങ്ങളും ഒക്കെ എഴുതപ്പെട്ടിട്ടുണ്ടായിരുന്നു. മനുഷ്യന് ഇത്തരം കാര്യങ്ങളിലുള്ള അറിവുകളൊക്കെ ഉണ്ടായിരുന്നതാനും. എന്തു തന്നെയാണെങ്കിലും ശാസ്ത്രം പിന്നീട് പുറകോട്ട് സഞ്ചരിക്കുകയുണ്ടായി. ആരാണ് ഈ ആദി മാതാപിതാക്കൾ എന്നുള്ള അന്വേഷണം അവസാനം എത്തി നിൽക്കുന്നത് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ് എന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യമാണ്. എല്ലാ മനുഷ്യനും ഒരു പൊതു പൂർവികനിൽ നിന്ന് വന്നതാണ് എന്ന് ശാസ്ത്രവും മതവും ഒരേപോലെ വിശ്വസിക്കുകയാണ്. ഇത് രണ്ടും പാരലലായിട്ടുള്ള സഞ്ചാരമാണ്. അതായത് ശാസ്ത്രം ഭൗതികതയിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് മതം ഭൗതികതയ്ക്കപ്പുറത്തുള്ള ഡയമെൻഷൻസിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ സ്ഥൂല ലോകം എന്ന് പറയുന്നത് ദൈവ സൃഷ്ടിയാണ് എന്നാണ് വിശ്വാസികൾ അല്ലെങ്കിൽ മതം കരുതി പോരുന്നത്. സ്ഥൂല ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൗതികമായിട്ടുള്ള ലോകം സൃഷ്ടിച്ചിരിക്കുന്നത് ക്രിയേറ്റർ ആണ് എന്നുള്ളത് തന്നെ. ഈ ഭൗതികമായിട്ടുള്ള ലോകത്തിനപ്പുറത്തേക്കുള്ള ലോകം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെയും ആധാരം എന്ന് പറയുന്നത് സൃഷ്ടാവ് തന്നെയാണ് എന്നാണ് വിശ്വസിക്കുന്നത്. ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ടിപ്പിക്കലായിട്ടുള്ള റിലീജിയസ് വ്യൂ പോയിന്റ്സിലൂടെ ദൈവമുണ്ടെന്നോ അല്ലെങ്കിൽ ദൈവത്തെ ദർശിക്കാമെന്നോ യുക്തിപരമായിട്ട് അദ്ദേഹത്തെ അന്വേഷിച്ച് കണ്ടെത്താമെന്നോ എന്നുള്ള പൊള്ളയായിട്ടുള്ളതും അല്ലെങ്കിൽ ചെപ്പടി വിദ്യകൾ കലർന്നിട്ടുള്ളതായിട്ടുള്ള തത്വങ്ങളല്ല ഇവിടെ പറയുന്നത്. ഉന്നതമായ ചില തത്വങ്ങളിലേക്കും ഹൈലി അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ള ചില ചിന്തകളിലേക്കുമാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഒരുപക്ഷെ അധികമാരും സംസാരിച്ചിട്ടില്ലാത്തതും അധികമാരും കേട്ടിട്ടില്ലാത്തതും അധികമാരും മനസ്സിലാക്കിയിട്ടില്ലാത്തതുമായിട്ടുള്ള ഉയർന്ന തത്വശാസ്ത്രങ്ങളാണ് നമ്മൾ ഇനി കടന്നു പോകാനായിട്ടിരിക്കുന്നത്. ടൈമും സ്പേസും സ്ഥൂല ലോകം അല്ലെങ്കിൽ ഫിസിക്കൽ വേൾഡിൻ്റെതായിട്ടുള്ള കാര്യങ്ങളാണ്. ഫിസിക്കൽ വേൾഡിനെ ഡിസ്ക്രൈബ് ചെയ്യുവാനായിട്ട് ഈ കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. സ്ഥൂലലോക സൃഷ്ടിക്ക് മുമ്പുള്ള ഈശ്വരന്റെ സ്ഥാനം എന്ന് പറയുന്നത് കാരണതലത്തിലാണ്, അല്ലെങ്കിൽ ബിയോണ്ട് ടൈം ആൻഡ് സ്പേസ് ആയിട്ടുള്ള ഒരവസ്ഥയുണ്ടെങ്കിൽ ആ അവസ്ഥയിലാണ്. സ്ഥൂല ലോകത്തിനെ സംബന്ധിച്ചാണ് ആദിയും അന്ത്യവും ഉള്ളത്, ആൽഫ ആൻഡ് ഒമേഗ ഉള്ളത്, ആരംഭവും അവസാനവും ഉള്ളത്. അപ്പൊ ഈ സ്ഥൂല ലോകം എന്ന് പറയുന്നത് ഭൗതികമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസിലാണ് നമ്മൾ ഇപ്പോൾ ആയിരിക്കുന്നത് എന്ന് പറയുവാനായിട്ട് സാധിക്കും. തികച്ചും ഭൗതികമായിട്ടുള്ള എക്സ്പീരിയൻസിൽ ഇവിടെ സർവൈവൽ മാത്രം നോക്കി അലയുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ അവർക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ കിട്ടുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ ഇതിന്റെ സൗന്ദര്യത്തെ ആസ്വദിക്കുവാനും ഇതിനു മുൻപുള്ള സൃഷ്ടാവിനെ അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് സാധാരണഗതിയിൽ മനുഷ്യൻ ഈ ഒരു മെറ്റീരിയലിസ്റ്റിക് വേൾഡിൽ നിന്ന് ഒരു ഐഡിയലിസ്റ്റിക് ആയിട്ടുള്ള ഇതിന്റെ എല്ലാം പിന്നിലുള്ള ആശയങ്ങൾ അടങ്ങുന്നതായിട്ടുള്ള ഒരു തലത്തിലേക്കായിരിക്കും എത്തുക.
ആ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തന്നെ പിന്നീട് ഒരു ദൈവത്തിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഒരു സൃഷ്ടാവിന്റെ സാന്നിധ്യം നിഷേധിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ദൈവം ഈ ഭൗതിക പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുൻപ്, അതായത് ആദി എന്നാണ് നമുക്ക് അതിനെ പറയാനായിട്ട് സാധിക്കുന്നത്. കാരണം ഭൗതികതയെ സംബന്ധിച്ചിടത്താണ് ആദ്യം ഉള്ളത് എന്ന് ഞാൻ പറഞ്ഞു. ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സോ വചനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വചനം എന്നാണ് നമ്മൾ പറയാനായിട്ട് സാധിക്കുന്നത്. പല മതഗ്രന്ഥങ്ങളും അതിലുള്ള തത്വങ്ങളെ വചനങ്ങൾ എന്നാണ് പറയുന്നത്. നമുക്ക് ടെക്നിക്കലി അല്ലെങ്കിൽ സയന്റിഫിക്കലി വചനം എന്ന് പറയുന്ന സമയത്ത് ഭാഷാശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ഫിസിക്കൽ ലോസിന്റെ അടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് വചനം, വാക്ക് എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് അത് മീനിങ് ഫുൾ ആയിട്ടുള്ളതോ അല്ലാത്തതോ ആയിട്ടുള്ള ശബ്ദം എന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഈ ശബ്ദം ഉണ്ടാകുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. ഭൗതികമായിട്ടുള്ള അവസ്ഥയിൽ സ്പന്ദനങ്ങളിലൂടെയാണ് ശബ്ദം ഉണ്ടാകുന്നത്. സോ ശബ്ദത്തിന്റെ ഡീപ്പായിട്ടുള്ള ഒരു അവസ്ഥയെ നമുക്ക് സ്പന്ദനം എന്ന് പറയാം. ഈ ഒരു കാര്യം ഒന്ന് മനസ്സിൽ വെക്കുക. സോ ശബ്ദം എന്നത് സ്പന്ദനമാണെന്നുള്ളത് നാം മനസ്സിലാക്കി. ഈ സ്പന്ദനം എന്താണ് എന്ന് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വൈബ്രേഷൻ എന്താണ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കുക, എന്താണ് ഈ വൈബ്രേഷൻ എന്ന് പറയുന്ന കാര്യം എന്നുള്ളത്. വൈബ്രേഷൻ എന്താണ് എന്നുള്ളത് ആഴത്തിൽ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും. സംതിങ് എൽസ് ഈസ് വൈബ്രേറ്റിംഗ്, അതായത് മറ്റെന്തോ ഉണ്ട്, അതാണ് വൈബ്രേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ വൈബ്രേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ തീർച്ചയായിട്ടും ബേസിക്കലി ഒരു മാറ്റർ അല്ലെങ്കിൽ എനർജി ആവശ്യമാണ്. മാറ്ററും എനർജിയും നശിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല, വേറെ രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് സയൻസ് പറയുന്നത്. സോ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ദിസ് മാറ്റർ ഓർ എനർജി എന്താണ് എന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യവും കൂടി, ഈ വൈബ്രേഷൻ എന്ന് പറയുന്നത് ഈ എനർജിയാണ് വൈബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈസിലി നമുക്ക് എത്താൻ പറ്റുന്ന ഒരു കൺക്ലൂഷനാണ്. സോ നേരത്തെ നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ് വൈബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഉത്തരം എനർജി ഈസ് വൈബ്രേറ്റിംഗ്, അഥവാ എനർജിയുടെ ആന്തോളനമാണ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. ഈ വൈബ്രേഷന്റെ നിരക്കാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നിക്കോളാസ് ടെസ്ല പോലെയുള്ള ആളുകൾ ഇഫ് യു വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ സീക്രട്സ് ഓഫ് ദിസ് യൂണിവേഴ്സ് തിങ്ക് അബൌട്ട് എനർജി, വൈബ്രേഷൻ ആൻഡ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിരിക്കുന്നത് ഓർക്കുക. സോ എനർജി, ദിസ് എനർജി വൈബ്രേറ്റ്സ്, വൈബ്രേഷൻ എന്ന് പറയുമ്പോൾ സോ ഒരു സെർട്ടൈൻ ഫ്രീക്വൻസിയിൽ ഇത് വൈബ്രേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത്, വൈബ്രേഷൻ എന്ന് പറയുന്ന സമയത്ത് അത് മീനിങ് ഫുൾ ആയിട്ടുള്ള ഒരു വചനമാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഈ വചനത്തിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു തോട്ടാണ്. സോ ഒരു തോട്ട്, ഒരു ചിന്തയ്ക്ക് ഈ കാണുന്നതായിട്ടുള്ള സ്ഥൂല പ്രപഞ്ചത്തിനെ സൃഷ്ടിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്തയുടെ സോഴ്സ് എന്താണ് എന്നുള്ളത് ചിന്തിച്ചു നോക്കുക. ഇതിനുള്ള ഉത്തരത്തിലേക്കാണ് ഈ വീഡിയോ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. പതിയെ പതിയെ നിങ്ങളുടെ മനസ്സിൽ ഒരു ചിത്രം രൂപപ്പെടുന്നത് എനിക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. സോ എനർജി വൈബ്രേറ്റഡ് ഇൻ എ സെർട്ടൈൻ ഫ്രീക്വൻസി കോസ്ഡ് ദ ക്രിയേഷൻ ഓഫ് ദിസ് ഫിസിക്കൽ യൂണിവേഴ്സ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഈ സോഴ്സ് അല്ലെങ്കിൽ എല്ലാത്തിനും കാരണമായിരിക്കുന്ന ഈ ഒരു ഒറിജിൻ, അതിനെ മനുഷ്യൻ സാധാരണഗതിയിൽ എപ്പോഴും പേഴ്സോണിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ട് ക്രിയേറ്റർ എന്ന് വിളിക്കുവാനായിട്ട് സാധിക്കും. ഈ ക്രിയേറ്ററുടെ വെരി തോട്ട് ആണ് ഭൗതികമായിട്ടുള്ള മാനത്തെ സൃഷ്ടിച്ചത് എന്ന് മനസ്സിലാക്കുക. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മനുഷ്യൻ, നമ്മുടെ ഓരോ പ്രവർത്തികളും, നമ്മൾ നിർമ്മിക്കുന്നതായിട്ടുള്ള സൃഷ്ടികളും, നമ്മുടെ സൃഷ്ടികൾ ഓരോന്നും നമ്മളുടെ പ്രവർത്തികളിൽ നിന്ന് ഉടലെടുത്തതാണ്. ഈ പ്രവർത്തികളാകട്ടെ ആത്യന്തികമായിട്ട് നമ്മളുടെ ചിന്തകളിൽ നിന്നാണ് ഉടലെടുത്തു വരുന്നത്. എന്ത് രീതിയിലുള്ള പ്രവൃത്തിയുടെയും സൃഷ്ടിയുടെയും പിന്നിൽ ഒരു ചിന്തയുണ്ടായിരിക്കും. ചിന്ത പെർഫെക്റ്റ് ആകുന്ന സമയത്ത് സൃഷ്ടി പെർഫെക്റ്റ് ആയിട്ട് മാറും. ഏത് ചിന്തയും സൃഷ്ടിയിൽ കലാശിക്കുന്നു. ഇച്ഛാശക്തിയോടെയുള്ള ശുദ്ധമായിട്ടുള്ള പെർഫെക്റ്റ് ആയിട്ടുള്ള ചിന്ത പെർഫെക്റ്റ് ആയിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള സൃഷ്ടിയിൽ കലാശിക്കുന്നു. സോ നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ യൂണിവേഴ്സിൽ ആയിരിക്കുന്ന ഈ ചെറിയ ഭൗതിക ശരീരമുള്ള ഈ ബീയിങ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതിക സ്ഥൂല പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നതായിട്ടുള്ള ദൈവത്തിന്റെ ചിന്തയാണ് നാം അടങ്ങുന്നതായിട്ടുള്ള സകല ചരാചരങ്ങളുടെയും ഒറിജിൻ പോയിന്റ് എന്ന് നമുക്ക് യുക്തിപരമായിട്ട് ഇത്തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കും. അതിനാൽ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിന്റെ ആത്യന്തിക ഉറവിടം എന്ന് പറയുന്നത് പരമാത്മാവാണ്. ഭൗതികമായിട്ടുള്ള ഈ ലോകത്തിൽ ചിന്തിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പുറകിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് ഈ ഭൗതികമായിട്ടുള്ള പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള നമ്മളും ഈ പ്രപഞ്ചമാകുന്നതും ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളിലേക്ക് നമ്മളൊന്ന് കടന്നു വന്ന് നോക്കുക. നമ്മൾ പഞ്ചഭൂത നിർമ്മിതമാണ് എന്നുള്ളത് നമ്മളുടെ കരങ്ങൾ തന്നെ പറയുന്നുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. കാരണം നമ്മൾ കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തള്ളവിരല് എന്ന് പറയുന്നത് ഖനമാണ്. അത് സ്ഥൂല ഭൗതിക മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഭൂമിയെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്, അല്ലെങ്കിൽ മണ്ണിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്, സോളിഡ് മാറ്ററിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ചൂണ്ടുവിരലാണെങ്കിൽ അതിന്റെ ദിശയിലേക്ക് അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എപ്പോഴും നമ്മൾ പോയിന്റ് ചെയ്യാനായിട്ട് അതാണ് ഉപയോഗിക്കുന്നത്. ജലത്തിന്റെ കാര്യം എടുത്തു നോക്കൂ, അത് അതിൻ്റെതായിട്ടുള്ള ദിശയിലേക്ക്, പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ പ്രകൃതി അതിനു വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ദിശയിലേക്ക് അത് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. വേറെ ഏത് ദിശയിലേക്കും അത് പോവുകയില്ല.
നിങ്ങളുടെ നടുവിരൽ എടുത്തു നോക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാകും എല്ലാത്തിന്റെയും മുന്നിൽ ഏറ്റവും ശക്തിയോടുകൂടി കുതിച്ചുകൊണ്ടിരിക്കുന്ന അഗ്നിയെ. കാരണം അഗ്നി വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളതിനെ എല്ലാത്തിനെയും ശുദ്ധീകരിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇനി നമ്മളുടെ മോതിര വിരൽ എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും വളരെ ഫ്രീ ആയിട്ട് ചലിക്കുന്നതായിട്ടുള്ള, ഘനം കുറവുള്ളതായിട്ടുള്ള, അല്ലെങ്കിൽ മറ്റു വിരലുകളെ അപേക്ഷിച്ച് നമുക്കൊരു പോയിന്റിങ് എഫിഷ്യൻസി കുറവുള്ളതായിട്ടുള്ള, സകലമാന പരക്കുന്നതായിട്ടുള്ള വായുവിന്റെ ഒരു റെപ്രസെന്റേഷനാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ചെറുവിരൽ എടുത്തു നോക്കിയാൽ ഏറ്റവും ലോലമായിട്ടുള്ള ആകാശം അല്ലെങ്കിൽ സ്പേസിനെ കാണിക്കുന്നു. ഇത് നമ്മളുടെ ശരീരം സൃഷ്ടാവിന്റെ പഞ്ചഭൂത നിർമ്മിതിയുടെ അല്ലെങ്കിൽ പഞ്ചഭൂതത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവോൾവ് ചെയ്തു വരുന്ന സമയത്ത് ഉണ്ടായതായിട്ടുള്ള ഒരു പാറ്റേൺ, നമ്മുടെ കൈയും കാലുകളും ഒക്കെ നമ്മളുടെ ചലിക്കുവാനായിട്ടുള്ള ഇച്ഛയെ കാണിക്കുന്നു. അങ്ങനെ മനുഷ്യന് കയ്യും കാലും ജനിച്ചു എന്നൊക്കെയാണ് ചില ചിന്തകർ പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ചലിക്കുവാനായിട്ടുള്ള ആ ഒരു ചിന്തയുടെ ഇച്ഛാശക്തിയുടെ ഫലമാണ് കൈകാലുകൾ എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. എന്തു തന്നെയാണെങ്കിലും ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് പറയുന്നത്, പഞ്ചഭൂത നിർമ്മിതമായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടിരിക്കുന്ന മനുഷ്യന്റെ കണ്ണുകളിലേക്ക് നിങ്ങൾ നോക്കുക. കണ്ണുകളിൽ തന്നെ നമുക്ക് 3 ഭാഗങ്ങൾ കാണുവാനായിട്ട് സാധിക്കും. ഏറ്റവും സെൻട്രലായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് ഏറ്റവും സോഴ്സ് ആണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഇതിനെ ബ്രഹ്മൻ എന്നോ പിതാവ് എന്നോ നമുക്ക് സൃഷ്ടാവിന്റെ ഒരു റെപ്രസെന്റേഷൻ ആയിട്ട് കാണാനായിട്ട് സാധിക്കും. അടുത്തതായിട്ട് കണ്ണിൽ കാണുന്ന കൃഷ്ണമണിക്ക് ചുറ്റുമുള്ള ആ ഒരു ഭാഗത്തിനെ സംബന്ധിച്ചിടത്തോളം അത് പുത്രനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ എന്ന് പറയുന്നത് പോലെ, പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് പോലെ ഒരു പാറ്റേൺ, ഒരു ത്രിത്വത്തിന്റെ പാറ്റേൺ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് ശരിക്കും പറഞ്ഞാൽ 2 കണ്ണുകളാണുള്ളത്. ബൈബിളിൽ ക്രിസ്തു പോലും ചില സ്ഥലങ്ങളിൽ പരാമർശിക്കുന്നു നിങ്ങളുടെ കണ്ണ് അന്യൂനമാണെങ്കിൽ എന്നുള്ളത്. അവിടെ കണ്ണ് എന്നാണ് പറയുന്നത്. സോ കണ്ണുകൾ എന്ന് പറയുന്ന സമയത്ത് 2 ഭൗതികമായിട്ടുള്ള നേത്രങ്ങൾക്ക് അപ്പുറത്തേക്ക് ഈ കണ്ണുകൾ അടയ്ക്കുന്ന സമയത്ത് നമ്മളുടെ തിരുനെറ്റിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ എന്തൊക്കെയോ ദർശനങ്ങൾ നൽകുന്നതായിട്ടുള്ള ഒരു തിരശീലയിൽ എന്ന പോലെ നമ്മളെ പല കാര്യങ്ങളും കാണിച്ചു തരുന്നതായിട്ടുള്ള 3ാമത്തെ ഒരു കണ്ണും കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ക്രിസ്തുവിന്റെ വാക്കുകളിലാണെങ്കിലും കണ്ണ് അന്യൂനമാകുന്ന സമയത്ത്, ആത്മീയമായ തലത്തിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ തേടൈ എന്ന് പറയുന്നത് ഓപ്പൺ ആകുന്ന സമയത്ത് ഭൗതികമായിട്ടുള്ള ഈ അവസ്ഥയിൽ നിന്നും ആത്മീയമായിട്ടുള്ള തലത്തിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ദൈവത്തിന്റെ കണ്ണ് നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ദൈവം സകല പ്രപഞ്ചവും സൃഷ്ടിക്കുന്ന സമയത്ത് ഒറിജിൻ അല്ലെങ്കിൽ ഈ സോഴ്സ് എന്ന് പറയുന്നത് ദൈവമാകുന്ന സമയത്ത് സകല ചരാചരങ്ങളും നമ്മളടക്കമുള്ള ഭാഗം ദൈവത്തിന്റെ സ്ഥൂലമായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ മാത്രമാണ്. സ്ഥൂലമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രപഞ്ചം അതിനെ തന്നെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്ന കോൺഷ്യസ്നെസ് ഉപയോഗിച്ചുകൊണ്ട് ഉള്ളിലേക്ക് സഞ്ചരിക്കുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ ഉള്ളിലേക്ക് സഞ്ചരിക്കുന്ന സമയത്ത് സ്ഥൂലമായിട്ടുള്ള ഭൗതിക അവസ്ഥയിൽ നിന്നും നമ്മൾ സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുമെന്നുള്ളതാണ്. അതായത് നമ്മളുടെ പഞ്ചഭൂത നിർമ്മിതമായിട്ടുള്ള ഈ ശരീരത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മമായിട്ടുള്ള അവസ്ഥയെ, സബ്റ്റിൽ ബോഡിയെ, നമുക്കുമുണ്ട് സബ്റ്റിൽ ബോഡി, അല്ലെങ്കിൽ ഒരു സബ്റ്റിൽ ബോഡി എന്ന് പറയുന്ന അസ്ട്രൽ വേൾഡ് എന്ന് പറയുന്ന ജ്യോതിഷമാനം എന്ന് പറയുന്ന ഒരു മാനം പ്രപഞ്ചത്തിനും ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഈ മാനത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നമ്മൾ വീണ്ടും ദൈവാന്വേഷണത്തിലൂടെ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് ഈഗോയിൽ നിന്നും നെഗറ്റിവിറ്റിയിൽ നിന്നും പോസിറ്റിവിറ്റിയെയും മറികടന്നുകൊണ്ട് നമ്മൾ അടുത്ത തലമായിട്ടുള്ള മാനസിക തലത്തിലേക്കും അബ്സ്ട്രാക്ട് ഐഡിയകളും സകലമാന രഹസ്യങ്ങളും അടങ്ങിയിരിക്കുന്ന ആ ഒരു സങ്കേതത്തിലേക്ക് നമ്മൾ എത്തുമെന്നുള്ളത് മനസ്സിലാക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ ഡീപ്പായിട്ടുള്ള ലെവലിലേക്ക് ധ്യാനാത്മകമായി സഞ്ചരിക്കുന്ന സമയത്ത്, ആത്മീയ പരിണാമത്തിലൂടെ പല കാലങ്ങളിലൂടെ നമ്മൾ ഉയർന്നു പോകുന്ന സമയത്ത് ഈ പറയുന്ന പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ ഇല്ലാത്തതായിട്ടുള്ള പരബ്രഹ്മത്തിന്റെ ആ ഒരു ഓറയുടെ അടുത്തേക്ക് നമുക്ക് എത്തുവാനായിട്ട് സാധിക്കും. നിങ്ങൾ സൂര്യനെ കുറിച്ചോ മറ്റേതെങ്കിലും ഒരു നക്ഷത്രത്തെ കുറിച്ചോ ചിന്തിച്ചു നോക്കൂ. സൂര്യന്റെ അല്ലെങ്കിൽ ആ ഒരു നക്ഷത്രത്തിന്റെ ഹാബിറ്റൻ സോണിലാണ് ജീവൻ ഉണ്ടാകാനുള്ള സാധ്യതയുള്ളത്. ആ സമയത്ത് അവിടെ നമുക്ക് പല വ്യത്യസ്തകളും കാണാനായിട്ട് സാധിക്കും. എന്നാൽ കുറച്ചുകൂടി സൂര്യൻ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഈ വൈബ്രൻസ് കുറയുകയാണ്, അല്ലെങ്കിൽ അവിടെ സൂര്യന്റെ സ്വാധീനമാണ് കൂടുതലായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നത്. അവിടെ ഭൗതികമായിട്ടുള്ള മറ്റു കാര്യങ്ങൾക്കൊന്നും സ്വാധീനം കുറയുമെന്നുള്ളതാണ്. കാരണം സൂര്യൻ അത്രയും പ്രഭയുള്ളതാണ്. അതുപോലെ ദൈവത്തിന്റെ അടുത്തേക്ക് പോകുന്തോറും ഭൗതികമായിട്ടുള്ള അവസ്ഥ മാറി നമ്മൾ അതുമായിട്ട് ഒന്നാകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത്. അദ്വൈത വേദാന്ത ഫിലോസഫികളിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പക്ഷേ ഹൈന്ദവ സംസ്കാരത്തിലേക്ക് വരുന്ന സമയത്ത് മറ്റു പല സ്കൂൾസ് ഓഫ് തോട്ടുകളും ഉണ്ട്. അത് ഞാൻ വരും വീഡിയോകളിൽ വിശദീകരിക്കാം. അപ്പോൾ താത്വികമായിട്ട് നമ്മൾ ഈ ഒരു ദൈവാന്വേഷണം നടത്തുന്ന സമയത്ത്, ഉള്ളിലേക്ക് തിരിയുന്ന സമയത്ത്, നമ്മൾ ഭൗതികമാനത്തിനപ്പുറത്തുള്ള പല മാനങ്ങളിലൂടെ സഞ്ചരിച്ചു പോകുന്ന സമയത്ത്, അതിന്റെ ഇന്നർ അല്ലെങ്കിൽ ഹയസ്റ്റ് പീക്കിലേക്ക് എത്തുന്ന സമയത്ത് സൃഷ്ടാവിൻ്റെതായിട്ടുള്ള സാന്നിധ്യം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നമ്മളുടെ കണ്ണുകൾ അന്യൂനമാക്കുമ്പോൾ നമുക്ക് സൃഷ്ടാവുമായിട്ട് സംവദിക്കാനായിട്ട് സാധിക്കുന്നു. ഇനി പ്രാചീന കാലത്തുള്ള മതഗ്രന്ഥങ്ങളിലേക്കും ആത്മീയമായിട്ടുള്ള ചിന്താധാരകളിലേക്കും നിങ്ങൾ വീണ്ടും ഒന്ന് ഞാൻ ആദ്യം പറഞ്ഞ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചു നോക്കൂ. അന്ന് ദൈവം മനുഷ്യനുമായിട്ട് സംവദിച്ചിരുന്നത് ഒരുപക്ഷെ മനുഷ്യന്റെ ഈ ഒരു എബിലിറ്റി കൂടുതലായിരിക്കാം. ഇപ്പോൾ മനുഷ്യന് ഇത്തരത്തിൽ ബുദ്ധിക്കപ്പുറത്തേക്ക് പോകാനുള്ള എബിലിറ്റി കുറയുകയാണോ
ബുദ്ധി വളർന്നതുകൊണ്ടാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്ത് തന്നെയാണെങ്കിലും ബുദ്ധിയെ, മനസ്സിന്റെ ചോദ്യങ്ങളെ, മനസ്സ് എപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. ഇത് തോന്നലാണോ, ഇത് സത്യമാണോ, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണോ? ഈ ചോദ്യങ്ങളെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ കണ്ണുകൾ അടയ്ക്കുന്ന സമയത്ത് പല വിധത്തിലുള്ള കാഴ്ചകൾ കാണാതിരിക്കുന്നത് പോലെ ഈ ചിന്തകൾ കുറയുന്ന സമയത്ത് അന്ധകാരവും, ഈ അന്ധകാരത്തിനപ്പുറത്തേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് ധ്യാനാത്മകമായിരുന്നു കഴിഞ്ഞാൽ ദൈവികമായിട്ടുള്ള അനുഭവങ്ങളും മനുഷ്യന് വന്നു ചേരും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന കാര്യമാണ്. പക്ഷെ ചിന്തയെ നിയന്ത്രിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ വളരെ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ചിന്തയെ നിയന്ത്രിച്ചു കഴിയുന്ന സമയത്ത് വിശ്വാസത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ദൈവത്തിൽ നിന്നുള്ള സമ്മാനങ്ങൾ നേടുന്നതിനപ്പുറത്തേക്ക് ദൈവവുമായിട്ട് സംവദിക്കണം എന്നുള്ള ഒരേ ഒരു ആഗ്രഹത്തോടു കൂടി മുന്നോട്ട് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ ഒരു ശക്തിയെ അനുഭവിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പല ചിന്തകരും ഭക്തിമാർഗത്തിൽ സഞ്ചരിക്കുന്ന യോഗികളും ഒക്കെ പറയുന്നത്. നമുക്ക് വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉണ്ടായിരിക്കാം. തീർച്ചയായിട്ടും ഇത്തരത്തിലാണ് ദൈവത്തിന്റെ അന്വേഷണത്തിന് യുക്തിപരമായിട്ട് പോകുന്ന സമയത്ത് അൾട്ടിമേറ്റ്ലി നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഭൗതിക ലോകത്തിലെ മറ്റേതൊരു ചിന്തയും ഏതൊരു സംഗതികളും എന്തൊക്കെ നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ടുള്ള സാറ്റിസ്ഫാക്ഷൻ നൽകാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ ക്രിയേറ്റീവ് എനർജി അല്ലെങ്കിൽ ക്രിയേറ്റീവ് പവറിന് മാത്രമാണ്. അൾട്ടിമേറ്റ് ആയിട്ടുള്ള സന്തോഷവും സമാധാനവും ഒക്കെ നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തിനെ നിങ്ങളുമായിട്ട് ഐക്യപ്പെട്ട് കാണുന്നത് പോലെ തന്നെ ദൈവവും നിങ്ങളും ഡ്യുവാലിറ്റിയുടെ ബേസിൽ, നിങ്ങൾ ഒന്ന്, ദൈവം മറ്റൊന്ന് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ദൈവത്തിന് നിങ്ങളുടെ മേൽ ആധിപത്യവും നിയന്ത്രണവും ഉണ്ട് എന്നുള്ള രീതിയിൽ കാണുന്ന ചിന്താധാരകളുമുണ്ട്. ഒരു ചിന്താധാരയ്ക്കും അടിപ്പെടണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഓരോ ചിന്താധാരകളിലൂടെയും കടന്നു പോവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ മനുഷ്യ ജീവിതം ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങളും കൂടെ ചിന്തിക്കാനും അതിലൂടെ കടന്നു പോകുവാനും വേണ്ടിയുള്ളതാണ് എന്നുള്ളതും കൂടി മനസ്സിലാക്കുക. എന്തു തന്നെയാണെങ്കിലും ഈ സൃഷ്ടാവുമായിട്ട് ഐക്യപ്പെടുന്ന സമയത്ത് നമ്മുടെ ബോധവും സൃഷ്ടാവിന്റെ ബോധവും സമന്വയിപ്പിക്കുന്ന സമയത്ത്, ഒന്നാകുന്ന സമയത്ത് നമുക്ക് നമ്മളെ തന്നെ സൃഷ്ടാവായിട്ട് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഈ സൃഷ്ടാവിൻ്റെതായിട്ടുള്ള അഭൗമമായിട്ടുള്ള സ്നേഹത്തിലേക്കും അൺകണ്ടീഷണൽ ലവിന്റെ ഏറ്റവും മൂർത്തമായിട്ടുള്ള അവസ്ഥയിലേക്കും പോകുമ്പോൾ അവിടെ ഞാനും നീയുമില്ല, അവിടെ നമ്മൾ ദൈവവുമായിട്ട് ഒന്നാകുകയാണ്. അഹം ബ്രഹ്മാസ്മി തത്വമസി. നമസ്തേ.